മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലായി ഇതര ഭാഷക്കാരടങ്ങുന്ന പതിനായിരങ്ങൾ പൊങ്കാല സമർപ്പിച്ചു. ആറ്റുകാൽ പൊങ്കാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരയെടുപ്പിൽ മേൽശാന്തി അഗ്നി പകർന്ന സമയത്താണ് മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി നടന്ന പൊങ്കാല മഹോത്സവങ്ങളിലും തീരെ തെളിഞ്ഞത്. മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലായി പതിനായിരങ്ങളാണ് പ്രത്യാശയുടെയും ഐശ്വര്യത്തിന്റെയും പൊങ്കാലയ്ക്ക് തിരി തെളിയിച്ചത്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ചിട്ടവട്ടങ്ങളോടെ പൊങ്കാല സമർപ്പണം നടന്നത്. കല്യാൺ, അംബർനാഥ്, ഡോംബിവിലി, പൻവേൽ, ബോർവിലി, ഗോരഗാവ് കൂടാതെ പൂനെയിലെ വിവിധ ഭാഗങ്ങളിലുമായി ഇക്കുറിയും പൊങ്കാല മഹോത്സവത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. गुड एक्सपीरियंस है, मिस नहीं करना चाहती थी, इसलिए यहाँ पर भी मैंने पार्ट लिया. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടുവാൻ കഴിയാത്ത ഭക്തർക്കാണ് നഗരത്തിൽ സംഘടിപ്പിച്ച പൊങ്കാല മഹോത്സവങ്ങൾ അനുഗ്രഹമാകുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പോകാൻ പറ്റാത്തതിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായിട്ട് ഓരോ വർഷവും ഇവിടെ ജനങ്ങളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും ഓരോ വർഷവും കൂടുതലാണ്. അംബർനാഥ് നവരെ പാർക്കിൽ നടന്ന 15ാമത് പൊങ്കാല മഹോത്സവ ചടങ്ങുകൾക്ക് ശ്രീരാമദാസ് ആശ്രമം മഠാധിപതി കൃഷ്ണാനന്ദ സരസ്വതി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇത്തവണയും മനം നിറഞ്ഞ പുണ്യാനുഭവമായാണ് ഇതര ഭാഷക്കാരടങ്ങുന്ന പതിനായിരങ്ങൾ മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിലായി പൊങ്കാല സമർപ്പിച്ച് മടങ്ങിയത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.